മറയൂർ ശർക്കര കെമിക്കലില്ല. പിന്നെ മറയൂർ കരിമ്പിന് ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. സെറ്റായിട്ടില്ല. ഇനി ഇത് കൈകൊണ്ട് പിടിക്കണം. ഞാനൊരു ചെറിയൊരു കഷ്ണം ഇടുക. അപ്പോൾ ഇത് ഇനി കൂടുതലായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ടാണ് കരി. ഈ അമ്മ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ? ശർക്കര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് മറയൂരാണ്. മറയൂർ എന്ന് പറഞ്ഞ നാടിൻ്റെ തന്നെ പ്രത്യേകതയാണ് ഇവിടുത്തെ മറയൂർ ശർക്കര. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കരിമ്പിന് ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഷുഗർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു മണ്ണിൽ അത് വളരുമ്പം അതിനൊരു ടേസ്റ്റും കൂടുതലായിരിക്കും. ഞാനിവിടെ നിൽക്കുമ്പം നല്ലൊരു സ്മെല്ല് തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ശർക്കര ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ശർക്കരയിൽ കാണാത്ത ഒരു രീതി എന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു ചെയ്യുന്ന സ്ഥലത്ത് നിന്നിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിപ്പോൾ എന്ന് പറയുമ്പം ലാസ്റ്റ് പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആ വലിയൊരു പാത്രമില്ലേ, അതിനകത്തുനിന്ന് നമ്മുടെ കരിമ്പിൻ്റെ നീര് പറ്റിച്ചെടുത്തിട്ട് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ ഇതിലേക്ക് വരും. മറയൂർ ശർക്കര ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശർക്കര ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ലേ? കഷ്ടപ്പാടില്ലാതെ ഈ മറയൂർ ശർക്കരയായിട്ട് അത് മാറത്തില്ല. ഇല്ല. അപ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ചേട്ടൻ. നമ്മുടെ മറയൂർ ശർക്കരയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? മറയൂർ ശർക്കര കെമിക്കലില്ല. പിന്നെ മറയൂർ കരിമ്പിന് ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു പാത്രം 1000 കിലോ കരിമ്പ് അടിക്കുകയാണെങ്കിൽ 100-120 കിലോ ശർക്കര കിട്ടും. 1000 കിലോ കരിമ്പ് അടിക്കുകയാണെങ്കിൽ 100-150 കിലോ 120 കിലോ ശർക്കര കിട്ടും. 120 കിലോ ശർക്കര കിട്ടും. ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പം ഇത് ഇങ്ങോട്ട് തുറന്നു വിടും അല്ലേ? അത് ഇരുമ്പിൻ്റെ പാത്രം, ഇത് മരത്തിൻ്റെയാണ്. ഇതിൽ ഒരു 10-15 മിനിറ്റ് ആറി കഴിയുമ്പോൾ ശർക്കരയാവും. 10-15 മിനിറ്റ് ആറി കഴിയുമ്പോൾ ഇത് കട്ടിയാവും. അപ്പൊ ഇതിപ്പോ എത്ര നേരം എടുത്ത പ്രോസസ്സിംഗ് ആണ് ഇത്? അത് 3 മണിക്കൂർ എടുത്തല്ലേ? ഇത് 3 മണിക്കൂർ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ്സിംഗ് ആണ്. ഇവർ രണ്ടുപേരും കൂടെ അത് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതങ്ങ് കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ കൈവച്ച് പിടിച്ചെടുക്കുമോ? കൈവച്ച് ഉരുണ്ട പിടിക്കും. നമ്മൾ ഇത് എത്ര നാളായിട്ട് ഇതിന്റെ പരിപാടി ചെയ്യുന്നുണ്ട്? ഈ ശർക്കരയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്? നമ്മളൊരു 10-35 വർഷമായിട്ട് ഈ ശർക്കരയുടെ ബിസിനസ് തന്നെ ചെയ്യുന്നുണ്ട്. 35 വർഷക്കാലമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? പെരുമ്പറയിൽ സ്റ്റോർ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കരിമ്പിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. ഞങ്ങൾക്ക് ഒരു 15 ഏക്കർ കരിമ്പ് കൃഷി സ്വന്തമായിട്ടുണ്ട്. നമുക്കൊരു 15 ഏക്കറോളം ഉണ്ടല്ലേ? അത് നമ്മൾ നല്ല നീറ്റായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്കാണ് പഞ്ചായത്തിൽ നിന്ന് എല്ലാ പരമാവധി മിക്ക വർഷവും ഞങ്ങൾക്ക് തന്നെ അവാർഡ് കിട്ടിക്കൊണ്ടിരുന്നത്. ആണോ? തകർത്തു. അവാർഡ് കിട്ടിയ മികച്ചൊരു കർഷകൻ കൂടിയാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അല്ലേ? എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഇത് 10-30 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട് ഇതിനടുത്ത് തന്നെയാണോ? അതെ. അതിന് മുമ്പിൽ നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ? ഉണ്ട്. നമ്മുടെ ഫാമിൽ നിന്നും ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള കരിമ്പാണ് ഈ കാണുന്നത്. ഈ ക്രഷറിൽ ജ്യൂസാക്കും. ആ ഇഞ്ചിൻ എടുത്തുവിട്ട് ക്രഷർ ജ്യൂസ് ആക്കിയിട്ട് ആ ഡ്രമ്മിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ഡ്രമ്മിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? ഈ ഒരു ഡ്രമ്മിൽ നമ്മൾ എത്ര നേരം അതിനെ സ്റ്റോർ വെക്കും? ഈ ഡ്രമ്മിൽ 2.5 മണിക്കൂർ ആണ് ജ്യൂസ് ആകണമെങ്കിൽ ഡ്രമ്മ് നിറയണമെങ്കിൽ 2.5 മണിക്കൂറോളം വേണം ആ ഡ്രമ്മ് നിറയണമെങ്കിൽ. ഈ ഡ്രമ്മിൽ നിന്നും നമ്മൾ ഇപ്പം ആ ഒരു ശർക്കര അത് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക്, ആ കൊപ്ര പാത്രത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റും. അതിനെ മാറ്റി ആ നിൽക്കുന്ന അതിൻ്റെ അകത്തിട്ട് 3 മണിക്കൂർ തിളപ്പിച്ച് ശർക്കര ആകുമ്പോഴത്തേനും അത് ഒരു അരമണിക്കൂർ കൊണ്ട് ഉരുണ്ട പിടിക്കാറാവും. അതുപോലെ നമ്മൾ ഈ ഒരു ശർക്കര എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ചേട്ടാ? നമ്മുടെ ഇവിടെ ഔട്ട്ലെറ്റിൽ തന്നെ കുറെ മാർക്കറ്റ് ചെയ്യും. ബാക്കി നമ്മൾ കയറ്റി വിടും. പുറത്തേക്ക് കയറ്റി വിടും. മറയൂർ ശർക്കര എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇതിന് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ശർക്കര കൊടുക്കുന്നത്? നമ്മൾ 100 രൂപ വരെ കൊടുക്കുന്നുണ്ട്. 80 രൂപ 100 രൂപ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കുക. അതുപോലെ ബൾക്കായിട്ട് വേണമെങ്കിൽ ചേട്ടന്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലേ? ചൂടോട് കൂടി വന്ന് കിടക്കുകയാണ്. ഇത് കുറച്ചു നേരം കഴിയുമ്പം ഇത് പറ്റി നന്നായിട്ട് കട്ട പിടിക്കുന്ന ഒരു പരുവാകുമ്പം അത് കൈ വെച്ചിട്ട് അത് ശർക്കര ഉണ്ടകളാക്കി മാറ്റും. ഇതാണ് മറയൂർ ശർക്കര. ഈ മറയൂർ ശർക്കര ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പം ഇതിന് ഒട്ടടുത്ത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കുറേയേറെ വർഷക്കാലമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് കാണാം ഈ ചാക്കിൽ കാണുന്നത് എല്ലാം ശർക്കര നിറച്ച ചാക്കുകളാണ്. അപ്പോൾ അതിനകത്ത് ഇത് കണ്ടില്ലേ? ഇതാണ്. ഇതിന് ശേഷം സംഭവിക്കുന്ന കാര്യം എന്ന് പറയുമ്പം ഇങ്ങനെയാണ് ഉണ്ടകളാക്കി പിടിച്ചെടുക്കുന്നത്. ഇവിടെ നിന്നിട്ട് തന്നെ നല്ല സ്മെല്ലിങ്ങനെ റൗണ്ട് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മറയൂർ ശർക്കര. അപ്പം ഒറിജിനൽ മറയൂർ ശർക്കര വേണമെങ്കിൽ ഞാൻ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽ ഈ വീഡിയോയിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ എത്തിച്ചു തരികയും ചെയ്യും.
അതുപോലെ ബൾക്കായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചാക്കുകളിൽ അവർ എത്തിച്ചേരുകയും ചെയ്യും കേട്ടോ. ഇതിന് 80 രൂപ അടുത്താണ് വില വരുന്നത് കേട്ടോ. വിലയും കുറവാണ്. ശർക്കരയ്ക്ക് ഏറെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് മറയൂർ. ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് മറയൂർ ശർക്കരയുടെ വിശേഷങ്ങൾ. എൻ്റെ ബാക്കിലായിട്ടൊരു അമ്മ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മ നല്ല ജോലിയിലായിരുന്നു ഈ സൈഡിൽ. ഇതൊക്കെ ഇളക്കി ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്ന ഈ അമ്മയാണ് കേട്ടോ. പേരെന്താ? മാരിയമ്മ എന്നാണ് അമ്മയുടെ പേര് കേട്ടോ. അമ്മ വർക്കിലാണ്. ഇത് കണ്ടോ, ഇത് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇത് റെഡി ആവുമോ? എന്താ ഉണ്ടാവുമോ? ഉണ്ടാക്കി എടുക്കും അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ഉണങ്ങണം, നന്നായിട്ട് ഉണങ്ങണം. ആ ഉണങ്ങുന്ന വരെയും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാണ് കേട്ടോ. കഷ്ടപ്പാടില്ലാതെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഓൾറെഡി ഇപ്പം ശർക്കര സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിൽ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പം ഇത് ഇവരുടെ ഷെഡാണ്. ഇതിനകത്ത് ഈ കരിമ്പിൻ്റെ നീരെടുത്തതിന് ശേഷം അതിൻ്റെ ചണ്ടി എന്ന് പറയുന്ന സംഭവമില്ലേ, അത് ഉണക്കിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഉണക്കിയെടുത്തതിന് ശേഷം ഇത് എന്ത് ചെയ്യും? ഈ സംഭവം ഇത് കത്തിച്ച് കളയും. കത്തിച്ച് പുറത്ത് കൊടുക്കുമോ നമ്മൾ? അല്ല, നമ്മൾ ഇതിനകത്തിട്ട് തന്നെ കത്തിക്കും. അതായത് എന്താ സംഭവം എന്നറിയോ? ഇത് നമ്മൾ കരിമ്പിൻ്റെ നീരെടുത്തതിന് ശേഷം ഈ ഒരു ചണ്ടി ഇല്ലേ, ഈ ഒരു ചണ്ടി നമ്മൾ പിന്നീട് അത് ചെയ്യാൻ വേണ്ടി ആ ഒരു വലിയ പാത്രത്തിൽ കത്തിക്കത്തില്ലേ, അത് ഇത് വെച്ചിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൊള്ളാം, അതങ്ങനെ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പം വിറകും ആകും, ശരിക്കും പറഞ്ഞാൽ ശർക്കരയുടെ കാര്യങ്ങളും മുന്നോട്ട് പോകും. അപ്പം ഇതാണ് ഇവർ ചെയ്യുന്ന ആ ഒരു സംഭവം. ഇതാണ് ആ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഈ സാധനം സൂക്ഷിക്കുന്ന ഒരു ഷെഡാണ്, ഒരു പഴമ നിൽക്കുന്ന ഒരു ഷെഡാണ്. അപ്പം മറയൂർ ശർക്കരയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.